നമസ്കാരം. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് വലിയ പ്രതീക്ഷയായിരുന്നു ഡൊണാൾഡ് ട്രംപിന് ഇതുവരെ ഉണ്ടായിരുന്നത്. വെടിയേൽക്കുക കൂടി ചെയ്തതോടെ ഈ സ്വീകാര്യത ഏറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ഡൊണാൾഡ് ട്രംപ്. ജോ ബൈഡന്റെ കണ്ണും കാതും തിരിയായിക ഒരു പരിധിവരെ ട്രംപിന്റെ സ്വീകാര്യത വർദ്ധിക്കാനും സഹായിച്ചു. ഇത് മനസ്സിലായതോടെ ബൈഡന് എതിരെ ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾ തന്നെ തിരിയുന്ന സാഹചര്യമുണ്ടായി. അവർ പലരും നേരിട്ട് ബൈഡൻ മാറണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് ബൈഡന്റെ പിന്മാറ്റവും കമല ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വവും സംഭവിച്ചു. ഇതോടെ തിരിച്ചടിയായത് ട്രംപിനാണ്. അങ്ങ് കത്തി നിൽക്കുകയായിരുന്നു ട്രംപ്. സർവേകളിലും എല്ലാം ട്രംപിന് തന്നെയായിരുന്നു മുൻതൂക്കം. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം ആകെ തിരിഞ്ഞു. ഇതോടെ കഴിഞ്ഞ ആഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ കമല ഹാരിസിന്റെ പിന്തുണ 8% വർദ്ധിച്ചു. കമലയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഫണ്ടും ഒഴുകുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി കമല ഹാരിസിന് വേണ്ടി $200 മില്യൺ സ്വരൂപിച്ചുവെന്ന് അവരുടെ പ്രചാരണ വിഭാഗവും അറിയിച്ചു. 1,70,000 പുതിയ വോളണ്ടിയർമാരും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധത അറിയിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും കമല ഹാരിസിന്റെ പ്രചാരണ വിഭാഗം ഡെപ്യൂട്ടി മാനേജർ റോബ് ഫ്ലാഹർട്ടി പറഞ്ഞു. നേരത്തെ 24 മണിക്കൂറിനുള്ളിൽ റെക്കോർഡ് സംഭാവന തുക ലഭിക്കുന്ന നേട്ടം കമല ഹാരിസ് സ്വന്തമാക്കിയിരുന്നു. വൈസ് പ്രസിഡന്റ് എന്ന നിലയിലെ കമല ഹാരിസിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനം റിപ്പബ്ലിക്കൻ പാർട്ടി ഉയർത്തുമ്പോഴാണ് കമല ഹാരിസിന് ശക്തമായ പിന്തുണ ലഭിക്കുന്നതെന്നതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജോ ബൈഡൻ 2024 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയത്. കമല ഹാരിസിന്റെ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പണം സംഭാവന ചെയ്യുന്നവരിൽ ഏറിയ പങ്കും പുതിയ ആളുകളാണെന്നതാണ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്നത്. കമല ഹാരിസിനു വേണ്ടി 1,70,000 പുതിയ വോളണ്ടിയർമാർ ഇതിനോടകം തന്നെ എത്തിയതായാണ് ക്യാമ്പയിൻ മാനേജർ പറയുന്നതും. അദ്ദേഹം എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ ദിവസം വാൾസ്ട്രീറ്റ് ജേർണലിന്റെ സർവേ പ്രകാരം ട്രംപിന്റെ ലീഡ് 6 പോയിന്റിൽ നിന്ന് 2 കുറഞ്ഞിരുന്നു. നിർണായക സംസ്ഥാനങ്ങളായ മിഷിഗണിലും പെൻസിൽവേനിയയിലും ഇരുവരും ഒപ്പത്തിനൊപ്പമാണ്. റോയിട്ടേഴ്സ് നടത്തിയ അഭിപ്രായ സർവേയിലും ഇരുവരും തമ്മിൽ ശക്തമായ പോര് നടക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. തിരഞ്ഞെടുപ്പിനായി 100 ദിവസങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. ജൂലൈ മാസത്തിൽ തിരഞ്ഞെടുപ്പ് ചെലവിലേക്കായി $331 മില്യൺ സമാഹരിച്ചതായാണ് ട്രംപ് വിശദമാക്കിയത്. ബൈഡന്റെ ആരോഗ്യത്തിൽ സംശയം പ്രകടിപ്പിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സംശയമുയർന്ന സാഹചര്യത്തിലായിരുന്നു മത്സരത്തിൽ നിന്ന് പിന്മാറാനുള്ള ബൈഡന്റെ തീരുമാനം വരുന്നത്. സർവേകളിൽ ട്രംപിന് ബൈഡനേക്കാൾ നേരിയ ലീഡുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയായിരുന്നു പിന്മാറ്റം. എന്നാൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയ ആദ്യ വനിതയായ കമല ഹാരിസിനെതിരെ രൂക്ഷമായ ആക്രമണമാണ് എതിർ സ്ഥാനാർത്ഥി നടത്തുന്നത്. അപ്രൂവൽ റേറ്റിംഗിൽ 43% പേർ കമല ഹാരിസിന് അനുകൂലമായി വോട്ട് ചെയ്യുമ്പോൾ 42% പേർ എതിരാണ്. ABC ന്യൂസും ഇപ്സോസും ചേർന്ന് നടത്തിയ പോളിലാണ് ഇക്കാര്യം വ്യക്തമായത്. കഴിഞ്ഞയാഴ്ച ഇതേ പോൾ പ്രകാരം കമല ഹാരിസിനെ 35% പേരാണ് അനുകൂലിച്ചത്. 46% എതിർക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് രാഷ്ട്രീയാഭിമുഖ്യം പ്രകടിപ്പിക്കാത്ത വോട്ടർമാരുടെ പിന്തുണ കമല ഹാരിസിന് കൂടുതലായി കിട്ടുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇത്തരം വോട്ടർമാരിൽ 44% പിന്തുണ കമല ഹാരിസിനാണ് കഴിഞ്ഞയാഴ്ച. ഇത് 28% മാത്രമായിരുന്നു. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയിൽ ഇടിവ് വരികയും ചെയ്തു. നിലവിൽ 36% പേർ മാത്രമാണ് ട്രംപിനെ പിന്തുണയ്ക്കുന്നത്. 53% പേർ ട്രംപിനെ എതിർക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞയാഴ്ച 40% പേർ ട്രംപിനെ പിന്തുണച്ച സ്ഥാനത്താണ് ഇപ്പോൾ ഇടിവുണ്ടായിരിക്കുന്നത്. നന്ദി.